ആയിക്കോട്ടെ, ഭരണകൂടങ്ങളായിക്കോട്ടെ, പോലീസ് ആയിക്കോട്ടെ, അവർക്കെല്ലാവർക്കും ബോച്ചെ ഒരു നല്ലൊരു തല്ല് കൊടുത്തിരിക്കുകയാണ്. നല്ല മധുരമായിട്ടൊരു തല്ല്. കാര്യം ജയിലിനകത്ത് കയറി കഴിഞ്ഞാൽ കയറുന്നത് വരെയുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. മാനസിക സംഘർഷം. ആദ്യമായിട്ടൊരാൾ കയറിക്കഴിഞ്ഞാൽ അവർ പിന്നെ സാധാരണഗതിയിൽ അവിടെ എന്താണ് സുഖജീവിതമാണ്. അതാദ്യം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പറയുന്നത് പോലീസുകാർ ഒരിക്കലും ഒരു പ്രതിയെന്ന് ആരോപിക്കപ്പെട്ട ആരെയും ജയിലിൽ അടയ്ക്കരുതെന്നാണ്. കാര്യം ജയിലിൽ അടച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് തിരിച്ചിറങ്ങുന്നത് ഒരു പക്ക ക്രിമിനലായിട്ടായിരിക്കും. കാരണം ജയിൽ എന്താണെന്നുള്ളത് അവർ മനസ്സിലാക്കും. അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. തലമുറയോടും കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും ഒരു കേസിൽ അകത്തു പോകാൻ വേണ്ടി ശ്രമിക്കരുത്. ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. അപ്പോൾ എന്തായാലും ബോച്ച ഇവിടെ നല്ലൊരു കാര്യം ചെയ്തിരിക്കുകയാണ്. ഈ പറയുന്നത് കറക്റ്റാണ്. ഞങ്ങൾ പുറത്ത് അറിഞ്ഞത് സത്യമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും തമിഴ്നാട്ടിൽ നിന്ന് വരെ വന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്, ഞങ്ങൾക്കുൾപ്പെടെ. പക്ഷേ അത് ഞങ്ങൾ സദയം ക്ഷമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഐക്യദാർഢ്യത്തോടു കൂടി ഞങ്ങൾ പങ്കുചേരുന്നു. തീർച്ചയായിട്ടും നാളെ രാവിലെ അദ്ദേഹം പുറത്തിറങ്ങുമെന്ന് ഞാൻ കരുതുന്നു. ബോച്ചപ്പ ജയിലിനുള്ളിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണോ? അതെ, അങ്ങനെയാണ് അറിഞ്ഞത്. പുള്ളിക്കാരൻ രജിസ്റ്ററിൽ ഒപ്പിടുന്നില്ല. രജിസ്റ്ററിൽ ഒപ്പിട്ടാൽ മാത്രമല്ലേ റിലീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ അതവിടെ നടന്നിട്ടില്ല. അദ്ദേഹം പുറത്തിറങ്ങാൻ തയ്യാറല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഈ സമരം നാളേക്ക് നമ്മൾ തീർച്ചയായിട്ടും നാളെ ഇതേപടി സമരം ചെയ്യും. നമ്മുടെ പ്രതിഷേധം ഇത് എന്തായാലും ആഹ്ലാദ പ്രകടനമായിട്ടാണ്. ഒരു പ്രതിഷേധമല്ല. പ്രതിഷേധം മറ്റേ ആളിനാണ്, ഓപ്പോസിറ്റ് നിന്ന ആളിനാണ്. അത് അവരോടുള്ള ഒരു വെല്ലുവിളിയാണ് നമ്മുടെ. സൂപ്രണ്ട് ഇപ്പോഴല്ലേ പോയത്? നിങ്ങൾ അഡ്വക്കേറ്റ് നേരിട്ട് സംസാരിക്കണം. എന്താ പ്രശ്നം ഇറങ്ങാത്തത്? അല്ല, പുള്ളി പറഞ്ഞ മനസ്സിലായില്ല. ഇവിടെ നിലവില് ജാമ്യം കിട്ടിയിട്ട് പുറത്തിറക്കാൻ പറ്റാത്ത കുറച്ച് പ്രതികളുണ്ട്. പ്രതിയെന്ന് ആരോപിക്കപ്പെട്ട കുറച്ച് പേരുണ്ട്. അവർക്ക് നീതി കിട്ടുന്നില്ല. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ബോച്ചെ. അപ്പൊ നാളെ അവർക്ക് നീതി കിട്ടിയില്ലെങ്കിൽ ബോച്ച ഇറങ്ങൂലെന്നാണോ? ബോച്ച ഇറങ്ങണം. ഇനി മനസ്സ് മാറ്റണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. അതല്ല, അവർക്ക് ഇനി ഒരിക്കലും നീതി കിട്ടിയില്ലെങ്കിൽ ബോച്ച അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ജയിലിൽ കിടക്കുമെന്നാണോ? അത് അദ്ദേഹത്തിന്റെ നിലപാടാണ്, നമ്മുടെ നിലപാടല്ല. ചേട്ടാ ഒരു കാര്യം ചോദിക്കട്ടെ, ബോച്ച ഇന്ന് ഇറങ്ങേണ്ടതായിരുന്നു. ഇന്ന് ഇറങ്ങേണ്ടതാണ്. ജാമ്യം കിട്ടിയല്ലോ. കോടതി നിയമം ലംഘിച്ചാണ് അപ്പോൾ പുള്ളി അകത്ത് കിടക്കുന്നത്. തീർച്ചയായിട്ടും അത് രജിസ്റ്ററിൽ ഒപ്പിടാതെ ഒരാൾ പ്രതിഷേധിച്ചാൽ അങ്ങനെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞോട്ടെ, സാധാരണക്കാരനല്ല ബോച്ചെ. ഞാൻ പറയട്ടെ, കാര്യം പറഞ്ഞോട്ടെ. അപ്പോൾ സാധാരണക്കാരനല്ല ബോച്ചെ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വേറൊരു ജയിൽ പുള്ളിയായിട്ട് അല്ലെങ്കിൽ ഒരു ആരോപിക്കപ്പെട്ട ഒരാളാണെങ്കിൽ അവർ കൃത്യമായിട്ട് ഒന്ന് ബലം പ്രയോഗിച്ച് ഒപ്പിടിച്ച് പുള്ളിക്കാരനെ പുറത്തു വിടും. പക്ഷേ ഇത് ബോച്ചയാണ്. ബോച്ചയെ നമ്മള് ഒപ്പിടാൻ പറ്റില്ല. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഇനി സിനിമയാണോ എന്ന് ചോദിച്ചാൽ നേരെ ചെന്ന് എന്നോട് പറഞ്ഞ ഉദ്യോഗസ്ഥൻ അവിടെ നിൽപ്പുണ്ട്, ഉദ്യോഗസ്ഥനോട് ചോദിക്കുക. ചേട്ടാ അകത്തിറങ്ങുന്ന എസ് ഐ തന്നെ പറഞ്ഞത്. നിങ്ങളാണ് ഇത് വളച്ചൊടിക്കുന്നത്. ഇത് ഇത് എസ് ഐ ആണ് പറഞ്ഞത്. നിങ്ങൾ അവിടെ പറയും. ഞാനൊരു ക്യാമറയും മൊബൈലും കൂടി ചോദിച്ചാ പറയോ? നീ എന്തിനാണ് പറയുന്നത്? നിങ്ങൾ എന്തിനാ സൗകര്യപ്പെടുന്നത്? നമുക്ക് സംസാരിച്ചൂടെ? നീ ആരാ ജഡ്ജിയാണോ? എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം. ചേട്ടാ എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അതിനനുസരിച്ച് അയാൾ പറയുന്നത് കേട്ടാലുള്ള സമയം. ഞാൻ ചോദിച്ചതിനുള്ള മറുപടിയാണ് പറഞ്ഞത്. എന്നോട് പറഞ്ഞത് എസ് ഐ ആണ് പറഞ്ഞത്. ഇങ്ങനെയാണ് അവിടെ ഒരു പ്രതിഷേധം നടക്കുകയാണ് അത്. അപ്പൊ അദ്ദേഹം പെട്ടെന്ന്, കാര്യം ലോക്കപ്പ് സമയം കഴിയുകയാണ്. ലോക്കപ്പ് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ എന്നോട് എസ് ഐ ആണ് പറഞ്ഞത്. എസ് ഐ പറഞ്ഞ കാര്യം മാത്രമേ എനിക്കറിയാം, മറ്റുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല. അതാദ്യം മനസ്സിലാക്കുക. ഓക്കെ. അല്ല, എസ് ഐ അങ്ങനെയല്ല പറഞ്ഞാണ് ഇയാൾ പറയുന്നത്. പോലീസുകാർ പലതും പറയും. ഞാൻ ചോദിക്കട്ടെ, പോലീസുകാർ ഇങ്ങനെ പലതും പറയും. കാര്യം പോലീസുകാർ ഇദ്ദേഹം കുറ്റം ചെയ്തിട്ടാണോ ജയിലിൽ അടച്ചിരിക്കണേ? അല്ലല്ലോ. അതാദ്യം മനസ്സിലാക്കുക. പോലീസുകാർ എന്നോടൊന്ന് പറയും, നിങ്ങളോ അദ്ദേഹത്തോടൊന്ന് പറഞ്ഞു കാണും. ഇനി വേറൊരാൾ വേറെ പലതും പറയും. ചേട്ടൻ കുറച്ച് മുന്നേ പറഞ്ഞത് ബോച്ചക്ക് ജാമ്യം കിട്ടി, ബോച്ച ഒപ്പിടാൻ തയ്യാറാവുന്നില്ല, അപ്പൊ നിയമത്തിന് വിരുദ്ധമായിട്ടാണ് ജയിലിൽ കിടക്കുന്നതാണ് അതിന്റെ അർത്ഥം. ആയിരിക്കാം. ലോക്കപ്പ് ടൈം അറിയോ?
ലോക്കപ്പ് ടൈം അറിയോ? എനിക്കറിയില്ല. ലോക്കപ്പ് ടൈം 6 മണിയാണ്. 6 മണി കഴിഞ്ഞ് തലവെണ്ണി ലോക്കപ്പിനകത്ത് കയറ്റി ലോക്കപ്പ് ചെയ്താൽ പിന്നെ ഡ്യൂട്ടി മാറുകയാണ്. അപ്പോൾ പിന്നീട് ഒരാളിനെ അവിടെ വിടാൻ പറ്റില്ല. മനസ്സിലായോ? അതാണ് അതിന്റെ പ്രശ്നം. അത് നമുക്ക് ജയിലുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് അറിയാം. അല്ല ചേട്ടൻ കുറച്ച് മുന്നേ പറഞ്ഞത് ഒപ്പിടാൻ തയ്യാറായതുകൊണ്ടാണ് പുറത്തു വരാത്തത്. എന്നോട് പറഞ്ഞത് എസ് ഐ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ നിയമത്തിന് വിരുദ്ധമാണ് അതിന്റെ അർത്ഥം. അത് എന്നോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒന്ന് ആലോചിച്ചേ, അത് എന്നോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിയമവിരുദ്ധമായിട്ട് ഒരാൾ ചെയ്യുന്നു ഇല്ല, അത് അവരുടെ മൗലിക അവകാശമാണ്. ഇപ്പൊ ഞാൻ ചെയ്തില്ലല്ലോ. കോടതി റിലീസ് ഓർഡർ വിട്ടിട്ട് നമ്മുടെ ഇന്ത്യൻ നിയമത്തിനെടുത്ത് ഇത് എസ് ഐ പറഞ്ഞതാണ്. ശരിയോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഞാൻ അകത്ത് കയറിയിട്ടില്ല. അല്ല, ഓൾറെഡി ഒരു തെറ്റ് ആരോപിച്ചതിന്റെ പേരിലാണ് കോടതി ഓൾറെഡി ഉത്തരവിട്ടു റിലീസിന്. എന്നിട്ട് ജയിലിന് പുറത്തായിട്ട് പോച്ച വരാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ. ചോദ്യം മനസ്സിലായി. ചോദ്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഇപ്പോ അതിനകത്ത് നമ്മൾ കയറിയിട്ടില്ല. പോലീസുകാർ പറഞ്ഞത് എനിക്കറിയാൻ പാടുള്ളൂ. മനസ്സിലായോ?